ഗായ്സ്, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് എൻ്റെ മാവിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2-3 വീഡിയോ മാവിൻ്റെ തന്നെ ഇട്ടായിരുന്നു. ഇത് പൂത്തപ്പോഴും ഇതിൻ്റെ കണ്ണിമാങ്ങ മുതൽ ഏകദേശം പരുവം വരെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മാങ്ങ പൂർണ്ണ ഭാഗമായി നിൽക്കുകയാണ്. നമുക്ക് പറിക്കാൻ പരുവമായി വിളഞ്ഞ് നിൽക്കുന്ന സമയമാണിത്. നമ്മുടെ മൽഗോബ മാവ് ആണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പഞ്ചവർണ്ണ മാവും, അങ്ങനെ 2 ഇനം മാവാണ് ഈ പ്രാവശ്യം ഈ പരുവത്തിൽ വിളഞ്ഞു നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ 2 വീഡിയോ ഈ മാവിൻ്റെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മാങ്ങയുടെ വലിപ്പം. നല്ല വലിപ്പമുണ്ട്. അത്യാവശ്യം ഒരു മാങ്ങ തന്നെ 1 കിലോ പുറത്ത് കാണുമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും നമുക്ക് ഈ പ്രാവശ്യം പഴുപ്പിക്കാനുള്ള മാങ്ങ ആവശ്യത്തിലധികത്തിലും മാങ്ങ ഈ പ്രാവശ്യമുണ്ട്. ഇതാണ് നമ്മുടെ മാങ്ങയുടെ വലിപ്പം. കണ്ടോ, ഒരു മാങ്ങ തന്നെ 1.5 കിലോ തന്നെ കാണുമെന്ന് തോന്നുന്നു. വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ അറിയാൻ പറ്റുമോ എന്നറിയത്തില്ല. എങ്കിലും നല്ല വലിപ്പമുള്ള മാങ്ങയാണ്. നല്ല ഒരു ഒന്ന് ചില്ലറ കാണും. 1 കിലോ കുറയത്തില്ല ഒരു മാങ്ങ, അത്രയ്ക്കും വലിപ്പമുണ്ട്. നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത മാങ്ങയാണ്. ഇത് നമ്മുടെ വീട്ടുമുറ്റത്തായതുകൊണ്ട് നമുക്ക് മറ്റുള്ള വിഷങ്ങളുണ്ടോ എന്നുള്ള ഒന്നും പേടിക്കാതെ തന്നെ നമുക്കിത് പറിച്ച് കഴിക്കാം. എല്ലാം വിളഞ്ഞ് നല്ല പരുവമായി നിൽക്കുന്ന മാങ്ങകളാണ്. അങ്ങനെ ഇടയ്ക്ക് ഞാനിത് പറിച്ച് അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല അത്യാവശ്യം 1-2 മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അച്ചാറിടാനുള്ള വലിപ്പമുണ്ട്. ഇതാണ് നമ്മുടെ മൽഗോബയും പഞ്ചവർണ്ണ മാവും. ഇതിടയ്ക്ക് ഞാൻ 2-3 എണ്ണം പൊഴിഞ്ഞു പോയപ്പോൾ ഇത് കേട് വരുമെന്നാണ് വിചാരിച്ചത്. എങ്കിലും കുഴപ്പമൊന്നും ഇല്ലാതെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. സ്ഥലം വിളഞ്ഞ് ഈ പരുവം വരെ ഒരു കുഴപ്പവും ഒരു പുഴുക്കൊത്തോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇത് ഞാൻ പറിച്ച് പഴുപ്പിച്ചിട്ടില്ല. പഴുപ്പിക്കാൻ പോകുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്തായാലും വഡിൻ്റെ ഈ മാവ് നമ്മൾ മേടിച്ച് ഇതിങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഈ മൽഗോബ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. എങ്കിലും നമുക്ക് ഈ പ്രാവശ്യം അത് കായ്ച്ച് ആദ്യത്തെ കായ്വാണ്. ഇത് പറിച്ച് ഈ പഴുപ്പിച്ച് കഴിച്ചതിന് ശേഷമേ ഇതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കൂ. ഞാൻ പറിച്ച് ഞാൻ എന്തായാലും പറിക്കുകയാണ്. പറിച്ച് സാമ്പിൾ ഞാൻ വീഡിയോ കാണിക്കുന്നതാണ്. എന്തായാലും ഈ വീഡിയോ ഇതെല്ലാം എൻ്റെ മറ്റുള്ള മാവുകളാണ്. ഓരോന്നിനും ഓരോ പേരുകൾ ഞാൻ മേസറി എന്ന് പറയുന്ന പേരാണ് ഇവിടെ. ഈ മാവിൻ്റെ ഹൈറ്റ് ഇതാണ്. ഒരുപാട് ഉയരത്തിലൊന്നും പൊങ്ങിയിട്ടില്ല. കണ്ടോ, ഇത്ര ഹൈറ്റേ ഉള്ളൂ. കണ്ടോ, ഇത് ഞാൻ ഇടയ്ക്ക് കേട് തുരിശടിച്ച് ചേർത്തതാണ്. ഇത് നമ്മുടെ ഇവിടെ വെച്ചിട്ട് കേട് വന്നായിരുന്നു. അങ്ങനെ ഇതിൻ്റെ മരുന്ന് തേച്ച് കൊടുത്ത ഭാഗമാണ് കാണുന്നത്. വളരെ ഹൈറ്റ് കുറഞ്ഞ താറേ വരെ മുട്ടി നിൽക്കുന്ന പരുവത്തിലാണ് മാങ്ങ കിടക്കുന്നത്. അങ്ങനെ ഈ മാവിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതാണ് നമ്മുടെ മാങ്ങ.